വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം യൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ആരുടെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 2: ആരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും ഞാൻ അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3: യേശു യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദയയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 4: വചനം ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 5: സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 6: ഈശോ ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7: യേശു ന്യായവിധിക്കായി ലോകത്തിൽ വന്നതായി പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ പ്രണമിച്ച ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 8: സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 9: അവിടെ എത്തിയപ്പോൾ കർത്താവ് നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജനങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 10: പൗലോസ് ലീഹ താൻ മേന്മ ഭാവിക്കുന്നത് എന്തിലാണെന്നാണ് പറയുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശുക്രിസ്തുവിന്റെ കുരിശിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11: പോയി കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 12: യഹൂദരുടെ പെസഹ അടുത്തിരുന്നത് ഏത് ദിവസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാന വിവാഹത്തിന് ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 13: തന്റെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ
ഉത്തരം ഓപ്ഷൻ എ ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 14. യേശു ഏത് കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിക്കോദെമോസ് വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭൗമിക കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 15. ജനങ്ങൾ യേശുവിനെ പ്രവാചകൻ എന്ന് പറഞ്ഞു എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊവാബിയയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരിയായിട്ട് സ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവം നിങ്ങളെ അറിയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. മനുഷ്യൻ തന്നെ എന്ത് ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവന്റെ ഗതി എന്നാണ് മനസ്സിലാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവൃത്തി. ക്വസ്റ്റ്യൻ നമ്പർ 19. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു, അപ്പോൾ മുൻപ് പറഞ്ഞ ഡാഷ് അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 20. എഫ്രായിം മലനാട്ടിലെ റമാതായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 21. വെളിച്ചം സ്വീകരിക്കുന്നവൻ ദൈവത്തെ എങ്ങനെ കാണുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സത്യവാനായി. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശു കാളകളും ആടുകളും വിൽക്കുന്നവരെ കണ്ടത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. വള്ളം പെട്ടെന്നെത്തിയത് എവിടെയായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കവർനാമിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്നത് അവരുടെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവരുടെ നിയമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. നവോമി പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിനെന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി ഡാഷ് ഉണ്ടാകുമോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 26. വിശ്വസിക്കുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾ അറിയാത്ത ഒരുവൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. യോഹന്നാൻ ആകാശത്തിൽ നിന്ന് എന്ത് കണ്ട് ഇറങ്ങി വരുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാവ് പോലെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 29. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരുടെ വാക്കുകളാണിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 31. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നം കൂടും, വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂഢജൽപ്പനമാകും. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇസ്രായേൽ ആര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഫരിസേയർ കേട്ടത് എവിടെ നിന്നാണ് യേശു കൂടുതൽ ശിഷ്യരെ ശിഷ്യപ്പെടുത്തുന്നുവെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശു താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമരിയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്തി, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്നാൽ ഭർത്തമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഡാഷ് പരിത്യക്തയ്ക്കാണുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശുവിൻ്റെ അമ്മ വിവാഹ വിരുന്നിൽ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർക്ക് വീഞ്ഞില്ല. ക്വസ്റ്റ്യൻ നമ്പർ 37. ഡാഷ് നഗരവാതിൽക്കൽ ചെന്നു, അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് ഡാഷ്, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മക്കളുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. ഖബർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2-3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേം ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 41. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ആരും മുഖം നോക്കുന്നവനല്ലല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 42. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും ഡാഷ് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കരുണയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 43. സ്വർഗത്തിൽ കയറാൻ ഇതുവരെ മറ്റാരുമില്ലെന്ന് യേശു ഏത് വ്യക്തിയെ പറ്റി പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാള പെറുകാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യന്മാർ ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. നവോമിയുടെ ഭർത്താവ് ആര് മരിച്ചു? അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എലിമേലെക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മകളെ ഭയപ്പെടേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 48. യേശു അവളോട് പറഞ്ഞു, നീ പോയി എന്തു ചെയ്യുക? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭർത്താവിനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 49. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ച് നഗരവാസികളുടെ നിലവിളി എവിടേക്കുയർന്നു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആകാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 50. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ഏത് ദിവസമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 51. എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിവേകശൂന്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു കടലിന് മീതെ നടക്കുന്നത് ശിഷ്യന്മാർ എങ്ങനെ കണ്ടു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വള്ളത്തെ സമീപിക്കുന്നത് കാണിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 53. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾ അറിയാത്ത ഒരുവൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ആരാണ് രാത്രി യേശുവിന്റെ അടുത്ത് വന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 55. യേശു അവളുടെ ഭർത്താവല്ലാത്തവൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവളോട് എന്ത് സംഖ്യ സൂചിപ്പിക്കുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 56. ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയക്കാരിൽ അനേകർ ഈശോയിൽ വിശ്വസിച്ചത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയക്കാരി സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം രക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 58. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരോട് കൂടെ ആയിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 59. ജീവിച്ചു പോയവരെ മരിച്ചു പോയവരെക്കാൾ ഭാഗ്യവാന്മാർ ആരായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും. ക്വസ്റ്റ്യൻ നമ്പർ 60. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതൽ ശ്രമിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യെരുശലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. തീർച്ചയായും അല്ല, ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഡാഷ് അതിക്രമം കാണിക്കുകയാണ്. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. വചനത്തിൽ എന്തുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 64. ഒരുപിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള ഡാഷ് പാഴ്വേലയെക്കാളും ഉത്തമം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധ്വാനത്തെക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 65. ഓരോ വ്യക്തിയും വിലയിരുത്തേണ്ടത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്വന്തം ചെയ്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ വിസ്മയിക്കേണ്ട എന്ന് പറഞ്ഞത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആദിയിൽ എന്തുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്തെന്നാൽ ഡാഷ് മോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജഡ. ക്വസ്റ്റ്യൻ നമ്പർ 69. എഫ്രൈം ഡാഷിലെ റമാത്തായിമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. സാമുവലിന്റെ വാക്ക് ആര് മുഴുവൻ ആദരിച്ചു? 1 സാമുവൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. ജനങ്ങൾ യേശുവിനെ പ്രവാചകൻ എന്ന് പറഞ്ഞു എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 72. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ഡാഷ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിന്മയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 73. അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും ഡാഷ് മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരുക്കൾ.
ക്വസ്റ്റ്യൻ നമ്പർ 74. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിച്ചമായി. ക്വസ്റ്റ്യൻ നമ്പർ 75. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 76. അവൾ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 77. ദൈവത്തിന്റെ ഡാഷ് അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 78. സ്ത്രീ വെള്ളം കോരാൻ പാത്രമില്ല എന്ന് പറഞ്ഞത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കിണറിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രതയുടേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലാത്യ 4-ാം അധ്യായം 31-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 80. എത്ര വർഷമായി ആ രോഗിയായിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 38. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എന്റെ പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശുവിനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചവർ ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവ് പ്രതിയോഗികളെ എന്ത് ചെയ്യുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചിഹ്ന ഭിന്നമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 84. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഡാഷ് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യജീവനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 85. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നവന് നൽകുന്ന ശിക്ഷ എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശപിക്കപ്പെട്ടവനാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 86. 5 ബാർലിയപ്പവും 2 മീനുമുള്ള കുട്ടിയെ പറ്റി പറഞ്ഞത് ആരാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 87. യഹൂദർ യേശുവിനോട് ചോദിച്ച വാക്ക് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിനക്കിത് ചെയ്യാൻ അധികാരം ആരാണ് നൽകിയതെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 88. അവിടെ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 6. ക്വസ്റ്റ്യൻ നമ്പർ 89.
എല്ലാ ഡാഷ് പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 90. തിരുനാളിൽ യഹൂദർ യേശുവിനെ എന്ത് ചെയ്ത് തിരിഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവനെ അന്വേഷിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 91. കാലാപറക്കാൻ ആരുടെ കൂടെ ചേർന്ന് കൊള്ളുവാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരോട് കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ആദിയിൽ ആര് ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 93. വെള്ളം നിറയ്ക്കുവിൻ എന്ന് പരിചാരകരോട് ആരാണ് കൽപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 94. മേലിൽ പാപം ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയവൻ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 95. ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ എത്തിയത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ ദേവാലയത്തിലിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 96. എന്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആരു തന്നെയായാലും അവന് ഡാഷ് ലഭിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 97. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ ഡാഷ് നിറയുന്നില്ല. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമുദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഡാഷ് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദായിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 99. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ഡാഷ് അവകാശിയുമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവഹിതമനുസരിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 100. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എവിടെയാണ് അവർ കൊണ്ടുവന്ന് നിർത്തിയത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വീടിന് മുന്നിൽ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ്
എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.